ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി വിത്തിൻ 6 to 7 months ഐ എം ഗോയിങ് ടു ബി എ ബ്രൈഡ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഒരു മടിയും കാരണമാണ്. ആക്ച്വലി ഞാൻ സെൽഫ് കെയർ അത്യാവശ്യം ഡേ ടു ഡേ ലൈഫിൽ ഞാൻ കീപ്പ് ചെയ്യും. ബട്ട് ബ്രൈഡ് ടു ബി ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാവും, നമ്മളെ വീട്ടുകാർ പറയുന്നത് വെച്ചിട്ടാവും, ഫ്രണ്ട്സ് പറയുന്നത് വെച്ചിട്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സെൽഫ് കെയർ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ വരും അല്ലേ. അങ്ങനെ എൻ്റെ സെൽഫ് കെയർ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വന്നു. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എക്സ്ട്രാ വന്നു എന്ന് വെച്ചിരുന്നാൽ ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കുറച്ചുകൂടെ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ പഴയ ഹെയറിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് നോക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം ഗ്രോ ചെയ്യുന്ന ഒരു ഹെയർ ആയിരുന്നു. എൻ്റെ ലെന്ത് അത്യാവശ്യം വരുമായിരുന്നു. ഉള്ളുണ്ടാവണമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉള്ളു പറയാനായിട്ടില്ലായിരുന്നു. പണ്ടും ലെന്ത് ഉണ്ടായിരുന്നു. ബട്ട് ഞാനൊരു സലൂണിൽ പോയി അത് ഹെയർ വെട്ടിയതിന് ശേഷം എനിക്ക് ലെന്ത് ഉണ്ടായിട്ടേ ഇല്ല. സോ അത് ഞാൻ കുറച്ച് നാൾ കൊണ്ട് ട്രൈ ചെയ്യാണ് അതൊന്ന് ഗ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് നീലഭൃങ്ങാതി, സെസമി ഓയിൽ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ. ഈ 3 ഓയിൽസ് ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. ഈ സെസമി ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ബോഡി മസാജ് ചെയ്യാനായിട്ട് ഭയങ്കര റിലാക്സിങ് ഫീൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ മേടിച്ചായിരുന്നു ഒരു പ്രാവശ്യം. പിന്നെ അത് കുറച്ച് തിക്കായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാനത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് തന്നെയാണ് മസാജ് ചെയ്യുന്നത്. ബട്ട് ഈ സെസമി ഓയിൽ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ സെസമി ഓയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബ്രൈഡ് ടു ബി ആവാനായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ 3 ഓയിൽസും ഒരു സെർട്ടൺ എമൗണ്ടിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം, കാസ്റ്റർ ഓയിൽ കുറച്ചെടുത്താൽ മതി. ഒരുപാടായിപ്പോയാൽ അത് നമുക്ക് നല്ല തിക്കായിരിക്കും, നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. സോ ഈ 3 ഓയിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു തന്നാലും നിങ്ങളത് യൂസ് ചെയ്താൽ മാത്രമേ എത്ര എമൗണ്ട് ആണ് നമുക്ക് വേണ്ടി വരിക എന്നുള്ളത് അറിയത്തുള്ളൂ. സോ അങ്ങനെ ഞാൻ ഓയിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ എൻ്റെ ഹെയർ ഗ്രോത്തിൽ ഇപ്പം ഹെയർ ഗ്രോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റേത് നമ്മളൊരു സെൽഫ് കെയറിൻ്റെ പാർട്ടായിട്ട് ചെയ്തു പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗോളുണ്ട്. ഹെയർ ഗ്രോത്ത് മാൻഡേറ്ററി ആണ്, ഓക്കെ. അത് എന്തുകൊണ്ടാണ് എല്ലാ ബ്രൈഡ്സിനും ഹെയർ വേണം അങ്ങനെയില്ല. ബട്ട് എനിക്ക് ലെന്തുള്ള ഹെയർ ഇഷ്ടമാണ് ആക്ച്വലി. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഞാൻ ഷോർട്ട് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസത്തേക്ക് എല്ലാവരും പറയത്തില്ല, ഇത് കൊള്ളാലോ എന്ന് പറയുമല്ലോ. അതും എനിക്കിഷ്ടമാണ് കേൾക്കാൻ. അങ്ങനെയാണ്. അപ്പം ഏറ്റവും അവസാനം ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നെല്ലാം ഞാൻ എത്തിച്ചേർന്ന ഒരു പോയിന്റ്, ഓക്കെ, ഹെയർ ഗ്രോ ചെയ്യിപ്പിക്കാം. കുറച്ച് അത്യാവശ്യം നല്ല ലെന്ത് വെച്ചിട്ട് തന്നെ എനിക്ക് കീപ്പ് ചെയ്യാം. ചിലപ്പോൾ മാരേജ് കഴിയുമ്പോൾ ഞാൻ വെട്ടിക്കളയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ബട്ട് ഇപ്പോൾ എനിക്കത് വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്കാൽപ്പ് മസാജർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഓൾറെഡി ഏതൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ട് ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഓയിൽ ഇടുന്നത് കൊണ്ട് ഇന്ന് നൈറ്റ് ഞാൻ സ്കാൽപ്പ് മസാജ് സ്കിപ്പ് ചെയ്യും. കാരണം രാവിലെ നന്നായിട്ട് മസാജ് ചെയ്യുന്നല്ലോ. ഒരുപാട് നമ്മൾ സ്കാൽപ്പിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം മാക്സിമം ഒരു 5 to 10 minutes ഞാൻ ചെയ്യുന്നത് ഒരു 5 to 7 minutes മസാജാണ്. അപ്പം കൈ കൊണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സിലിക്കോൺ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യും. പിന്നെ ഞാൻ അല്ലാണ്ട് തന്നെ ഒരു ബോഡി മസാജർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ്റെ, അതിൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഒരു ബ്ലഡ് ഫ്ലോ നമ്മളുടെ ഹെഡിൽ കൊണ്ടുവരാം.
അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹെയർ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് അഴിച്ചിട്ടിട്ട് നമുക്കൊരു മാസ്ക് ഇടണം. അപ്പം മാസ്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ഈ ടൈറ്റ് ചെയ്ത് വെച്ച ഹെഡ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഒരു 3 to 4 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എന്താ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഹെഡിനെ ഫോഴ്സ് ചെയ്യരുത്, ഒരു മൈൽഡ് രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ മെഷീൻ എന്നും യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി സിലിക്കോൺ ബ്രഷ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം, ബട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ റിവേഴ്സ് ഓർഡർ ഉണ്ടല്ലോ, അതായത് തല കൊമ്പിട്ട് നിന്നിട്ട് മസാജ് ചെയ്യുന്നത്, അത് അടിപൊളി എഫക്റ്റീവാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര എഫക്റ്റീവാണ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ മാസ്ക് ഇടണം. അതിന് മുന്നേ ഞാനിപ്പോൾ എക്സ്ട്രാ എടുക്കുന്നൊരു സംഭവമാണ് ഈ ബോഡി വൈസിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഗംനീസം. ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഇതൊരു 30 ഡേയ്സിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെയർ ഗ്രോത്ത് തോന്നി, ഹെയറിന് ലെന്ത് വെച്ചു എന്ന് തോന്നി. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി ട്രിവാൻഡ്രത്താണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് കൗണ്ട്, എത്ര ദിവസമാണോ ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കുന്നത് അത്രയും കൗണ്ടേ കൊണ്ടുവരാറുള്ളൂ. ഫസ്റ്റ് തിങ്, ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ചോക്ലേറ്റ്സ് ക്യാൻഡീസൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം 2 എണ്ണമൊക്കെ ഞാൻ എടുത്ത ദിവസങ്ങളുണ്ട്. ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഞാൻ കറക്റ്റ് കൗണ്ട് എടുത്തിട്ട് വരാറുണ്ട്. പിന്നെന്താ, ഇതിനകത്ത് മഗ്നീഷ്യം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഈ തലവേദനയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അതെടുത്ത് കഴിക്കാറുണ്ട്. കാരണം ചിലപ്പം ഇതൊക്കെ മഗ്നീഷ്യമൊക്കെ കുറയുമ്പോൾ നമുക്ക് തലവേദന എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചാൽ ഓക്കെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് എമൗണ്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെയർ മാസ്ക് എടുക്കാം. ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാമാ എർത്തിൻ്റെ കേരള താളിയാണ്. ഇതും സ്പോൺസേർഡ് അല്ല. ആക്ച്വലി മാമാ എർത്തിൻ്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കൊറോണ ടൈമിലാണ്. എനിക്ക് അവരുടെ പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ റിസൾട്ട് അവരുടെ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു എന്താണ് ഭയങ്കര റിസൾട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിരുന്നു. ബട്ട് എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ സ്കിന്നൊന്ന് ക്ലിയർ ആക്കി വെക്കാം എന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പ്രോബ്ലം സൈഡ് എഫക്ട്സ് മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സിൽ നിന്ന് എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല. റിസൾട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ബട്ട് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും എന്ന് തോന്നി. പിന്നെ എനിക്ക് ഈ താളിയൊക്കെ തേക്കാനായിട്ട് ഇഷ്ടമാണ്. വീക്ക്ലി ഞാൻ 2 ആണ് ഈ ഹെയർ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തായാലും ഒരു കെമിക്കലായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആയിരിക്കും ഇടുന്നത്. അതായത് നമ്മളെ ജോവിസിൻ്റെയോ അങ്ങനെ എന്തോത്തിൻ്റെയെങ്കിലും ഹെയർ മാസ്ക് ആണ് ഇടുന്നത്. അത് കൂടുതലും ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുമ്പോഴാണ്, അതായത് ഏതെങ്കിലും ഒരു വീക്ക് ഡേയിൽ. കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം വീക്കെൻഡിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്യാമല്ലോ, ഈ എഗ്ഗിൻ്റെയൊക്കെ ഇട്ട് അടിച്ച് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തലയിൽ തേക്കാണ് കേട്ടോ. അപ്പം തലയിൽ തേക്കാനായിട്ട് ഞാൻ ആദ്യം കുറേ നേരം എൻ്റെ ബ്രഷ് നോക്കി, അതായത് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ഒരു വവരെടുത്തിട്ട് ഈ വവറിൽ ഇങ്ങനെ തേച്ച് പോയാലും കുറച്ചുകൂടെ എഫക്റ്റീവാണ്, എല്ലാ ഏരിയാസിലും എത്തും. അപ്പം ഇത് പക്ഷേ ഞാൻ കുറേ നേരം നോക്കിയിട്ടും ആ ഒരു ബ്രഷ് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇത് ഇടുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇപ്പോൾ എല്ലാവരും പറയും നല്ലതാണ്, ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറയും. ബട്ട് അതിന് സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്, ബട്ട് സ്റ്റിൽ ആ ഒരു സ്മെല്ലുണ്ട്. ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കുളിച്ചാൽ അന്നൊരു നൈറ്റ് വരെ ഉണ്ടാവുള്ളൂ, പിറ്റേന്ന് ആ സ്മെല്ല് കാണത്തില്ല. കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. കണ്ടീഷണർ സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. ഏതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ജോവിസിൻ്റെയോ പ്ലമ്മിൻ്റെയോ അങ്ങനെ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എഗ്ഗ് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരിക്കലും യെല്ലോ എടുക്കരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വലിയ സ്മെല്ല് എടുക്കുന്നില്ല. ബട്ട് അമ്മ എൻ്റെ ഹെയർ സ്മെല്ല് ചെയ്തപ്പോൾ ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞു ആൾ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ വെച്ചിരുന്ന് ഒരു 1 to 2 hours വെച്ചേക്കാം ഈ ഒരു താളി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. 1 to 1.5 hours വെച്ചിരുന്നാൽ മതി.
അപ്പോൾ എന്തായാലും ഈ ഒരു അവേഴ്സിൽ ഞാൻ വെറുതെ ഇരിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോൺ സ്ക്രോൾ ചെയ്യുക, അതായിരിക്കും എൻ്റെ പരിപാടി. വെറുതെ ഇരിക്കുക എന്നല്ല, ഫോൺ സ്ക്രോൾ ചെയ്യുകയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യാം, ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണക്കക്കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ നന്നായിട്ട് ഉണക്കക്കൊഞ്ചിൻ്റെ റെസിപ്പി ഉണ്ടാക്കും. അത് തൃശ്ശൂരുള്ളതാണ്, അവൾ എറണാകുളം ഉള്ളതാണ്. അപ്പോൾ അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അത് ട്രൈ ചെയ്യണം. സോ ഒന്നുമില്ല, ജസ്റ്റ് എണ്ണയ്ക്കകത്ത് ഇത് ഇടുക, നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക, നല്ല ക്രിസ്പി ആവുമെന്ന് തോന്നുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് വാട്ടുക. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു സ്റ്റവിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക. അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടി ഇടുക. കരിവേപ്പില ഇടണം എന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കിവിടെ കരിവേപ്പില കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടും. പിന്നെ അതിനകത്തോട്ട് നമുക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും, ഈ 2 പൊടികളേ ഉള്ളൂ. അത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. കുറച്ച് തീയിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയും കരിഞ്ഞു. ആക്ച്വലി ദിസ് ഈസ് മൈ സെക്കൻഡ് എക്സ്പീരിമെൻറ്റ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിമെൻറ്റിൽ ഇത് മൊത്തവും കരിഞ്ഞു പോയി. ഷടപടി എന്നായിരുന്നു തീ കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കുഞ്ഞ് തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ആളുണ്ടാക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു, മുരുമുരാന്നിരുന്നു. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്രയില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ആ കൊഞ്ച് ക്ലീൻ ചെയ്യാൻ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സമയം വേണ്ടിയത്. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു കണ്ടീഷണറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓയിൽ കണ്ടീഷണറിങ് 6 ന്യൂട്രിയൻ്റ് ഓയിൽസ് അങ്ങനെ ഉണ്ട്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലും ഉണ്ട്. കുറച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഫ്രിസി ആയിപ്പോൾ നമ്മൾ ഹെയർ. ഓക്കെ, ഇതാണ് എൻ്റെ ഹെയർ. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ടുള്ളൂ. അതൊരു ടവൽ ഡ്രൈ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചീകിയിട്ടില്ല, കൈകൊണ്ട് കൂതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. എനിക്ക് തോന്നിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വോളിയമൈസ്ഡ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ എനിക്കൊരു എന്താ പറയുന്ന ഒരു ബ്രൗണിഷ് ഹെയറാണ്. കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളതുപോലെ തോന്നി. പിന്നെ സ്മെല്ല് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ബട്ട് ബാക്കിയുള്ളവർക്ക് നല്ല ബോറ് സ്മെല്ലായിട്ട് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ.